കഴിഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ഫസ്റ്റ് മെത്തേഡ് ആയി നമ്മൾ പഠിച്ചത് നോർത്ത് വെസ്റ്റ് കോർണർ റൂളായിരുന്നു. അതിൽ വരുന്ന രണ്ടാമത്തെ മെത്തേഡാണ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. നമുക്കറിയാം, നോർത്ത് വെസ്റ്റ് കോർണർ റൂളിൽ നമ്മൾ കൺസിഡർ ചെയ്തത് നോർത്ത് വെസ്റ്റ് സെല്ലിൽ അല്ലെങ്കിൽ അപ്പർ ലെഫ്റ്റ് കോർണറിൽ വരുന്ന സെല്ലുകളുടെ വാല്യൂ അനുസരിച്ച് സെല്ലുകളിലേക്കാണ് നമ്മൾ സപ്ലൈ മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് എടുത്ത് എത്രയാണോ ഡിമാൻഡ് അതിനനുസരിച്ച് സപ്ലൈ ചെയ്തിരുന്നത്. ഇവിടെ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ആ ഒരു മെത്തേഡിൽ നിന്നും, അതായത് നോർത്ത് വെസ്റ്റ് കോർണർ റൂളിൽ നിന്നും കുറച്ച് വ്യത്യാസപ്പെട്ടിട്ടുള്ളതാണ്. ഇത് എന്താണെന്ന് ഈ ഒരു പ്രോബ്ലത്തിലൂടെ നോക്കാം. ഫൈൻഡ് ദ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് ദ ഫോളോയിങ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ബൈ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. ഈ ഒരു പ്രോബ്ലത്തിൽ 4 വെയർഹൗസുകളിൽ നിന്ന് 3 ഫാക്ടറികളിലേക്ക് മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ് ഓരോ സെല്ലുകളിലായി കൊടുത്തിട്ടുള്ളത്. ടോട്ടൽ കപ്പാസിറ്റിയും, അതായത് ഓരോ റോയ്ക്ക് പാരലലായി വരുന്ന കപ്പാസിറ്റി അല്ലെങ്കിൽ സപ്ലൈയും, അതുപോലെ ഫാക്ടറിയിൽ വരുന്ന ഡിമാൻഡും അല്ലെങ്കിൽ റിക്വയർമെൻറ്റും കൊടുത്തിട്ടുണ്ട്. ഇത് നോർത്ത് വെസ്റ്റ് കോർണർ റൂളിന് സിമിലർ ആയ രീതിയിൽ തന്നെയാണ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡിലും ഈ ഒരു കോളം വൈസ് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ 4 വെയർഹൗസുകളാണ് ഉള്ളത്. W1, W2, W3 ആൻഡ് W4 എന്ന് പറഞ്ഞ് 4 വെയർഹൗസസും, അതുപോലെ F1, F2, F3 എന്ന് പറഞ്ഞ് 3 ഫാക്ടറികളുമാണ് ഉള്ളത്. ഈ ഒരു ടേബിൾ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം, W1 അതായത് ഫസ്റ്റ് വെയർഹൗസിൽ നിന്ന് ഫാക്ടറി 1ലേക്ക് മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാനുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ് 19 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ W2ൽ നിന്ന് F2യിലേക്ക് മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ആവശ്യമായുള്ള കോസ്റ്റ് എന്ന് പറയുന്നതാണ് 30 എന്ന് പറയുന്നത്. അതുപോലെ W3യിൽ നിന്ന് F3യിലേക്ക് ഫാക്ടറി 3യിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരുന്നത് 70 റുപ്പീസാണ്. അങ്ങനെയാണ് ഓരോ സെല്ലുകളിലും ഓരോ ട്രാൻസ്പോർട്ടേഷനും അനുസരിച്ചുള്ള കോസ്റ്റുകൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ വരുന്ന ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ, അതായത് മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഓരോ സ്റ്റെപ്പുകളിലായി നമുക്ക് ചെയ്തു നോക്കാം. അതിനു മുന്നേ ഫസ്റ്റ് സെല്ലിൽ കൊടുത്തിരിക്കുന്നത് 19, 30, 50, 10 എന്നിങ്ങനെയാണ്. ഫാക്ടറി 1ലേക്ക് ട്രാൻസ്പോർട്ട് ഓരോ വെയർഹൗസിൽ നിന്നും ഫാക്ടറി 1ലേക്ക് വരുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റുകൾ എന്ന് പറയുന്നതാണ് 19, 30, 50, 10 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കപ്പാസിറ്റി ആൻഡ് റിക്വയർമെൻറ്റ്, അതായത് ഓരോ വെയർഹൗസിലെയും കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. 7, 9, 18 എന്ന് പറഞ്ഞ് കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. അതുപോലെ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ഡിമാൻഡ് എന്ന് പറയുന്നത് 5, 8, 7, 14 എന്നിങ്ങനെയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത് നോർത്ത് വെസ്റ്റ് കോർണർ റൂളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ്. ഇവിടെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ ഒരു പ്രോബ്ലത്തിൽ 4 കോളംസും അതുപോലെ 3 റോസുകളാണ് ഉള്ളത്. ഇവിടെ ആദ്യം ചെയ്യേണ്ടത് ഓരോ കോളം അല്ലെങ്കിൽ ഓരോ റോ കൺസിഡർ ചെയ്യുക എന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഈ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് 19, 30, 50,
10 എന്നിങ്ങനെയുള്ള ഫസ്റ്റ് റോ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഏറ്റവും കുറഞ്ഞ നമ്പറുകൾ എന്ന് പറയുന്നത് 19 ആൻഡ് 10 ആണ്. ഈ 4 നമ്പറുകളിലെയും ഏറ്റവും കുറഞ്ഞ നമ്പറുകൾ എന്ന് പറയുന്നത് 19ഉം അതുപോലെ 10ഉമാണ്. ഈ ഒരു റോയിലെ ഏറ്റവും കുറഞ്ഞ നമ്പറുകളായ 19ൻ്റെയും 10ൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് 9 ആണ്. അത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി കൺസിഡർ ചെയ്യുമ്പോൾ രണ്ടാമത്തെ റോ കൺസിഡർ ചെയ്യുമ്പോൾ 70, 30, 40, 60 അവിടെ ഏറ്റവും കുറഞ്ഞ നമ്പറുകൾ വരുന്നത് 30 ആൻഡ് 40 ആണ്. അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 10 ആണ്. അത് നമ്മൾ ഒരു ബോക്സ് കോളത്തിൽ മാർക്ക് ചെയ്ത് വെച്ചു. തേർഡ് റോ കൺസിഡർ ചെയ്യുമ്പോൾ 48, 70, 20 ഇതിലെ ഏറ്റവും കുറഞ്ഞ നമ്പറുകൾ 8ഉം അതുപോലെ 20യുമാണ്. സോ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 12 ആണ്. അത് നമ്മൾ ആ ഒരു റോ നേരെ എഴുതി വെച്ചു. ഇനി കൺസിഡർ ചെയ്യേണ്ടത് കോളംസ് ആണ്. കോളംസ് കൺസിഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് കോളത്തിലെ നമ്പറുകളായ 19, 70, 40 കൺസിഡർ ചെയ്യുമ്പോൾ അതിലെ ഏറ്റവും കുറഞ്ഞ നമ്പറുകൾ എന്ന് പറയുന്നത് 19ഉം 40യുമാണ്. അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 21 ആണ്. അത് നമ്മൾ ഈ ഡിമാൻഡ് വരുന്ന നമ്പേഴ്സിന് താഴെയായി ബോക്സ് കോളത്തിൽ മാർക്ക് ചെയ്ത് വെച്ചു 21 എന്ന് പറഞ്ഞു. അതുപോലെ സെക്കൻഡ് കോളം കൺസിഡർ ചെയ്യുമ്പോൾ 30, 38 ഇവിടെ കുറഞ്ഞ നമ്പറുകൾ 30യും 8ഉമാണ്. സോ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 22 ആണ്. തേർഡ് കോളത്തിലെ 50, 40, 70യിലെ കുറഞ്ഞ നമ്പറുകൾ 50യും 40യുമാണ്. അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 10 ആണ്. അത് മാർക്ക് ചെയ്ത് വെച്ചു. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോളം കൺസിഡർ ചെയ്യുമ്പോൾ 10, 60, 20 ഇതിലെ കുറഞ്ഞ നമ്പറുകളായ 20യിലെയും 10ൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് 10 ആണ്. അതും മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഇത്രയും മാർക്ക് ചെയ്ത് വെച്ചു. അതായത് 21, 22, 10, 10, 12, 10, 9 ഇത്രയും നമ്പർ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. അതിലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഏതാണെന്ന് നോക്കാം. അതിലെ ഹയസ്റ്റ് വാല്യൂ ആയ 22 ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ ആ 22 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളതിൻ്റെ നേരെ വരുന്ന കോളമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഈ ഒരു കോളത്തിലെ ഏറ്റവും കുറഞ്ഞ ഏറ്റവും കുറഞ്ഞ വാല്യൂ ആയ 8 കൺസിഡർ ചെയ്യുക. ഏറ്റവും കുറഞ്ഞ വാല്യൂ ആയ 8 നമ്മൾ കൺസിഡർ ചെയ്തു. ആ ഒരു കോളത്തിൽ ആവശ്യമായി വരുന്ന ഡിമാൻഡ് എന്ന് പറയുന്നത് 8 ആണ്. അവിടെ സപ്ലൈ എന്ന് പറയുന്നത് 18 ആണ്. സോ ഇതിലെ ഏറ്റവും കുറഞ്ഞ വാല്യൂ ആയ 8ലേക്ക് നമ്മൾ ഈ ഒരു സപ്ലൈ മെറ്റീരിയൽസ് എടുത്ത് ഇതിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അത് നമ്മൾ അതിൻ്റെ റൈറ്റ് ബോട്ടം സൈഡിലായി മാർക്ക് ചെയ്ത് വെച്ചു. 18ൽ നിന്ന് ഇവിടെ ആവശ്യമായ ഡിമാൻഡ് എന്ന് പറയുന്നത് 8 ആണ്. സോ 18ൽ നിന്ന് 8 മെറ്റീരിയൽസ് എടുത്ത് നമ്മൾ അവിടേക്ക് ഈ ഒരു സെല്ലിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. സോ ഇവിടുത്തെ ഡിമാൻഡ് മീറ്റ് ചെയ്തു കഴിഞ്ഞു. അത് നമ്മൾ 8 - 8 0 എന്ന് അതിന് നേർക്ക് എഴുതി വെച്ചു. ഇവിടെ ബാക്കി വരുന്നത് 18ൽ നിന്ന് 8 ആണ് പോയിരിക്കുന്നത്. സോ ബാക്കി വരുന്നത് 10 ആണ്. അതും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഡിമാൻഡ് 0 ആയ കാരണം ഈ ഒരു കോളം കട്ട് ചെയ്യുക എന്നതാണ്. ഇവിടെ ഡിമാൻഡ് 0 ആയി വന്നു. അത് കാരണം അതിന് മുകളിലേക്ക് വരുന്ന ഈ ഒരു കോളം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. സോ ബാക്കി വരുന്ന സെല്ലുകൾ എന്ന് പറയുന്നത് ആ ഒരു കോളം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന സെല്ലുകൾ എന്ന് പറയുന്നത് 19, 50, 10, 70, 40, 60, 40, 70, 20 എന്നിങ്ങനെയാണ്. ആ ഒരു കട്ട് ചെയ്ത് കളഞ്ഞ കോളം ഒഴികെയുള്ള ബാക്കി സെല്ലുകൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ മാർക്ക് ചെയ്ത് വെച്ചു. 19, 50, 10, 70, 40, 60, 40, 70, 20. ഇനി ഇപ്പോൾ നമ്മൾ ചെയ്ത അതേ സൊല്യൂഷൻ അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെ ഈ ഒരു സെല്ലുകളും കൺസിഡർ ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ ഇവിടെ ആദ്യത്തെ റോ കൺസിഡർ ചെയ്യുമ്പോൾ വരുന്ന ഏറ്റവും കുറഞ്ഞ നമ്പറുകൾ അല്ലെങ്കിൽ കുറഞ്ഞ വാല്യൂസ് എന്ന് പറയുന്നത് 19ഉം 10ഉമാണ്. സോ ഇവിടെ 9 അതിൻ്റെ ഡിഫറൻസ് ആയ 9 ഇവിടെ മാർക്ക് ചെയ്തു. സെക്കൻഡ് റോ കൺസിഡർ ചെയ്യുമ്പോൾ വരുന്ന
കുറഞ്ഞ നമ്പറുകൾ എന്ന് പറയുന്നത് 40യും 60യുമാണ്. അതിൻ്റെ ഡിഫറൻസ് ആയ 20 മാർക്ക് ചെയ്ത് വെച്ചു. തേർഡ് റോ കൺസിഡർ ചെയ്യുമ്പോൾ വരുന്ന കുറഞ്ഞ നമ്പറുകൾ 40യും 20യുമാണ്. സോ അതിൻ്റെ ഡിഫറൻസ് ആയ 20യും ആ റോയ്ക്ക് നേരെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി കൺസിഡർ ചെയ്യേണ്ടത് കോളംസ് ആണ്. 19, 70, 40 എന്നതിലെ 40 മൈനസ് 19 ആയ 21ഉം ഈ ഒരു കോളത്തിലെ 50, 40, 70 എന്ന് പറഞ്ഞ കോളത്തിലെ 50 മൈനസ് 40 ആയ 10ഉം അതുപോലെ 10, 60, 20യിലെ 20 മൈനസ് 10 എന്ന് പറഞ്ഞ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി കൺസിഡർ ചെയ്യേണ്ടത് 21, 10, 10, 20, 29 ഇതിലെ ഹയസ്റ്റ് വാല്യൂ ആണ്. അതിലെ ഹയസ്റ്റ് വാല്യൂ ആയ 21 കൺസിഡർ ചെയ്യുമ്പോൾ അതിന് മുകളിലേക്ക് വരുന്ന കോളമാണ് ഇനി കൺസിഡർ ചെയ്യേണ്ടത്. സോ അതിന് മുകളിലേക്ക് വരുന്ന കോളം എന്ന് പറയുന്നത് 19, 70, 40 ആണ്. ഇതിൽ തന്നെ ഈ കോളത്തിലെ 3 വാല്യൂസിലെയും ഏറ്റവും കുറഞ്ഞ വാല്യൂ ആയ 19 ആണ് ഈ ഒരു സെല്ലാണ് നമ്മൾ അടുത്തതായി കൺസിഡർ ചെയ്യേണ്ടത്. അവിടെ നമുക്കറിയാം അവിടെ ഡിമാൻഡ് ആവശ്യമായിട്ടുള്ളത് 5 മെറ്റീരിയൽസ് ആണ്. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് 7 നമ്പർ ഓഫ് മെറ്റീരിയൽസ് ആണ്. സോ നമുക്ക് ഈ 7ൽ നിന്ന് 5 മെറ്റീരിയൽസ് എടുത്ത് ഈ ഒരു സെല്ലിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അത് അതിൻ്റെ റൈറ്റ് ബോട്ടം സൈഡിലായി മാർക്ക് ചെയ്ത് വെച്ചു 5. ഇവിടെ നമുക്ക് ഡിമാൻഡ് മീറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ 5 മൈനസ് 5 0 എന്നും മാർക്ക് ചെയ്ത് വെച്ചു. ഇവിടെ ഡിമാൻഡ് 0 ആയ കാരണം ഈ ഒരു കോളം നമുക്ക് കട്ട് ചെയ്ത് കളയാം. സോ ബാക്കി വരുന്ന സെല്ലുകൾ എന്ന് പറയുന്നത് 50, 10, 40, 60, 70, 20 എന്നിങ്ങനെ 3 റോയ്സും അതുപോലെ 2 കോളംസും ആണ് വരുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തേർഡ് സ്റ്റെപ്പ്. ആ ഒരു ഇതിലെ റിമൈനിങ് ആയ കോളംസ് നമ്മൾ തേർഡ് സ്റ്റെപ്പിലേക്ക് മാർക്ക് ചെയ്ത് വെച്ചു. തേർഡ് സ്റ്റെപ്പിൽ വരുന്നത് 50, 10, 40, 60, 70, 20. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുന്നേ സോൾവ് ചെയ്ത ലാസ്റ്റ് കോളം, അതായത് കട്ട് ചെയ്ത് കഴിഞ്ഞ കോളത്തിൻ്റെ ബാക്കി വരുന്ന പോർഷൻസ് നമ്മൾ സ്റ്റെപ്പ് 3യിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ 50, 10 ഫസ്റ്റ് റോ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 50, 10 എന്ന 2 നമ്പേഴ്സാണുള്ളത്. അതിൻ്റെ ഡിഫറൻസ് ആയ 40 മാർക്ക് ചെയ്തു. 40, 60 ഡിഫറൻസ് ആയ 20 മാർക്ക് ചെയ്തു. ആൻഡ് 70, 20 അതിൻ്റെ ഡിഫറൻസ് ആയ 50 മാർക്ക് ചെയ്തു. അതുപോലെ കോളംസ് കൺസിഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് കോളത്തിലെ ലീസ്റ്റ് നമ്പറുകളായ 50യും 40യും അതിൻ്റെ ഡിഫറൻസ് ആയ 10 മാർക്ക് ചെയ്തു. സെക്കൻഡ് കോളത്തിലെ 10, 60, 20 അതിലെ ലീസ്റ്റ് നമ്പേഴ്സായ 20 ആൻഡ് 10 അതിൻ്റെ ഡിഫറൻസ് ആയ 10 മാർക്ക് ചെയ്തു. ഈ മാർക്ക് ചെയ്ത വാല്യൂസിൽ ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 50 ആണ്. സോ ആ ഒരു റോ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ആ ഒരു റോ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ 2 നമ്പറുകൾ മാത്രമേ ഉള്ളൂ. അത് കാരണം അതിൻ്റെ ഡിഫറൻസ് ആ ഒരു 2 നമ്പറുകളിലെ ലീസ്റ്റ് വാല്യൂ ആയ 20 ആണ് കൺസിഡർ ചെയ്യേണ്ടത്. 20 എന്ന് പറഞ്ഞ ഈ ഒരു സെല്ലാണ് കൺസിഡർ ചെയ്യേണ്ടത്. അവിടെ 18 അവൈലബിൾ ആയ മെറ്റീരിയൽസിൽ നിന്ന് 10 മെറ്റീരിയൽസ്, അതായത് 10 അവൈലബിൾ ആയ മെറ്റീരിയൽസിൽ നിന്ന് നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് 14 ആണ്. സോ അതിൽ നിന്ന് 10 മെറ്റീരിയൽസ് എടുത്ത് ഈ ഒരു 20 എന്ന് പറഞ്ഞ സെല്ലിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. സോ അവിടെ റോയിലെ എൻഡ് ഓഫ് ദ റിസൾട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇവിടെ 14ൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള 10 മെറ്റീരിയൽസ് കിട്ടിക്കഴിഞ്ഞ കാരണം ബാക്കി വരുന്നത് 4 ആണ്. അത് മാർക്ക് ചെയ്തു വെച്ചു. ഇവിടെ 0 ആയ കാരണം ഈ ഒരു റോയുടെ എൻഡ് റിസൾട്ട് 0 ആയ കാരണം ആ ഒരു റോ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ കഴിയും. സോ ബാക്കി വരുന്നത് 4 സെല്ലുകളാണ്. 50, 10, 40, 60 എന്ന് പറഞ്ഞ 4 സെല്ലുകളാണ് വരുന്നത്. ഇത് അടുത്ത സ്റ്റെപ്പിലേക്ക് ഫോർവേഡ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പിൽ വരുന്നത് 50, 10, 40 ആൻഡ് 60 എന്ന് പറഞ്ഞ 4 സെല്ലുകളാണ്. ഇതിലെ ഡിഫറൻസ് 50, 10 വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് 40 ആണ്. അതുപോലെ 40, 60
എന്ന റോയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 20 ആണ്. അതുപോലെ കോളംസ് കൺസിഡർ ചെയ്യുമ്പോൾ 50, 40 ഡിഫറൻസ് 10 ആൻഡ് 10, 60 ഡിഫറൻസ് 50. ഈ ഡിഫറൻസുകളിലെ ഹയസ്റ്റ് വാല്യൂ ആയ 50 കൺസിഡർ ചെയ്യുക. 50 കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ ഒരു കോളം കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ 4 മെറ്റീരിയൽസ് ആണ് വേണ്ടതായിട്ടുള്ളത്. നമുക്കറിയാം ഇവിടെ 2 മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുണ്ട്. സോ ആ ഒരു 2 മെറ്റീരിയൽസ് എടുത്ത് നമ്മൾ ഇതിലെ ലീസ്റ്റ് വാല്യൂ ആയ 10 എന്ന് പറഞ്ഞ ഈ ഒരു സെല്ലിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. സോ അവിടെ എൻഡ് റിസൾട്ട് 0 ആയി വരുന്നു. ഇവിടെ ബാക്കി വരുന്നത് 2 മെറ്റീരിയൽസ് ആണ്. സോ ഇത് 0 ആയ കാരണം ഈ ഒരു റോയുടെ ഡിഫറൻസ് അല്ലെങ്കിൽ ഈ ഒരു റോയുടെ എൻഡ് റിസൾട്ട് 0 ആയ കാരണം ആ ഒരു റോ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ കഴിയും. ബാക്കി വരുന്നത് 2 സെല്ലുകളാണ്. 40, 60 എന്ന് പറഞ്ഞ 2 സെല്ലുകളാണ് ബാക്കി വരുന്നത്. അത് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ 2 സെല്ലുകൾ 40, 60 എന്ന് പറഞ്ഞ 2 സെല്ലുകളാണുള്ളത്. അവിടെ അവൈലബിൾ ആയ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് 9 ആണ്. സോ നമുക്കറിയാം 40 എന്ന് പറഞ്ഞ ഈ ഒരു സെല്ലിൻ്റെ അവിടെ വേണ്ട മെറ്റീരിയൽ എന്ന് പറയുന്നത് 7 ആണ്. സോ ഈ 9 എന്ന് പറഞ്ഞ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിൽ നിന്ന് 7 മെറ്റീരിയൽസ് എടുത്ത് നമ്മൾ ഈ ഒരു സെല്ലിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. സോ അവിടെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുപോലെ ബാക്കി അവൈലബിൾ ആയിട്ടുള്ള 2, 9ൽ നിന്ന് 7 പോയി കഴിഞ്ഞാൽ ബാക്കി അവൈലബിൾ ആയിട്ടുള്ള 2 മെറ്റീരിയൽസ് എടുത്ത് നമ്മൾ ഈ ഒരു സെല്ലിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അവിടുത്തെയും എൻഡ് റിസൾട്ട് 0 ആയിരിക്കും. ഈ ഒരു രീതിയിൽ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഫൈനൽ സൊല്യൂഷൻ നമുക്ക് ഈ ഒരു രീതിയിലാണ് ലഭിക്കുന്നത്. ഇതിലെ 6 സെല്ലുകളിൽ മാത്രമേ നമ്മൾ മെറ്റീരിയൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് സെൽ, 4th സെൽ, സെക്കൻഡ് റോയിലെ 3rd സെൽ ആൻഡ് 4th സെൽ, അതുപോലെ ലാസ്റ്റ് റോയിലെ 3rd റോയിലെ സെക്കൻഡ് സെല്ലും ലാസ്റ്റ് സെല്ലും. സോ ഇത്രയും സെല്ലുകൾ മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇതിൻ്റെ റിസൾട്ട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 19 × 5 പ്ലസ് 10 × 2 പ്ലസ് 40 × 7 പ്ലസ് 60 × 2 പ്ലസ് 8 × 8 പ്ലസ് 20 × 10 എന്നായിരിക്കും. സോ ഫൈനൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ₹779 ആയിരിക്കും. നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ₹779 എന്ന് ലഭിക്കുന്നു. ഈ ഒരു രീതിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസിലെ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ചെയ്യുന്നത്. ഓക്കെ.